ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രബോസിനെ മാത്രമല്ല, നിങ്ങളുടെ നീസ് സുസ്മിത ആളെയോ അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ടാ തലവന്റെ റോള് കൂടി ചെയ്യുന്നു. പോലീസ് ഫോഴ്സിനെ വെല്ലുന്ന ഗുണ്ടാ ഫോഴ്സ്. കേട്ടു 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 പറഞ്ഞതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ നടു നിവർത്തിയിട്ട് അവൻ നടക്കണ്ടെന്ന് പറഞ്ഞത് മാത്രം അതത്ര സൂചിച്ചില്ല. കാരണം നടു നിവർന്ന് നടക്കുന്നത് നല്ല നട്ടലുള്ള ആണുങ്ങളെ സാറേ. വിഷ്ണു ആ ഒരു ഗണത്തിൽപ്പെട്ടവനാ, നല്ല ഒന്നാം തരം നട്ടലുള്ളവൻ. ഉരച്ചു നോക്കിയ തീ പാറും. ഇനിയിപ്പോ സാർ എത്ര ഊതിക്കെടുത്താൻ നോക്കിയാലും അതൊന്നും അങ്ങനെ കെട്ടുപോകി. പിടിക്കപ്പെട്ടു ഉറപ്പായപ്പോ വന്നു കയറി തന്നെയാണല്ലടാ. ഇനി നിന്റെ ഈ പറഞ്ഞ നട്ടല്ലേ ഞാനങ്ങ് ഊരിയെടുത്തോളാം. ചന്ദ്രബോസിന്റെ പത്തായത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് വഴി ചോദിച്ചു വന്നേക്കുവാടാ നീ. എടാ, ഇതിലും ഭേദം നീ ആത്മഹത്യ ചെയ്യാറുന്നടാ. സാറേ, എന്റെ സാറേ, ആശാന്റെ കൂടെ എന്നെ എവിടെയെങ്കിലും പിടിച്ചിടണം. വലിയ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു മൂലയില് ഞാൻ ആശാനെ നോക്കി കിടന്നോളാം. എന്തെങ്കിലും കഴിക്കുന്ന മാത്രം മതിയെന്നേ. നിനക്ക് ഞാൻ ശരിക്കും തന്നെയാണല്ലോടാ, എന്നിട്ട് നിന്റെ വിഷമം മാറിയില്ലടാ. എന്നാ ഇന്ന് നമുക്ക് വെറൈറ്റി കുറച്ച് ഫുഡ് അടിക്കാം. അന്ന് ഞാൻ തന്നത് സാമ്പിൾ, എന്ന് ഞാൻ രണ്ടിന് തരാൻ പോകുന്നത് സാമ്പിളിനും മേലെ. അതായത് നിന്റെയൊക്കെ പകുതി ഐസ് ഞാൻ ഇന്നങ്ങ് എടുക്കുമെന്ന്. യുമാൻ എന്നെ പൊക്കി ആ സ്പെഷ്യൽ പത്തായ മുറിലേക്കിട്. കാലി വന്ന് ചുറ്റിയ വള്ളികളെ രണ്ടും. ചന്ദ്രബോസ് സാറ്, ഒരു കാര്യം പറയാണ്ട്. നിന്റെ പത്തായ കൂട്ടിൽ നീയെ കിടക്കൂ കേട്ടാ. പിന്നെ അല്പം മുമ്പ് ഒരു പരീക്ഷത്ത് രാജാവിന്റെ കഥ പറഞ്ഞില്ലേ? ഈ പുഴുവായിട്ട് വന്ന് പരീക്ഷത്ത് രാജാവിനെ കൊന്ന ഒരു തക്ഷകൻ എന്നൊരു സർപ്പത്തിന്റെ കഥ. അതിനെ മറ്റൊരു ക്ലൈമാക്സ് കൂടി ഉണ്ട് കേട്ടാ. ഈ പരീക്ഷത്തിന്റെ പുത്രൻ ജനമേജയൻ, പുള്ളി ഈ തക്ഷകന്റെ കൊല്ലം ചുട്ട് ചാമ്പലാക്കിണ്ടായിരുന്നു. അതറിയില്ലല്ലേ? അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എന്റെ തട്ടകത്തിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു. മിസ്റ്റർ ACP, അവിടെ നിങ്ങളെപ്പോലുള്ള മുട്ടാളന്മാരെ നിലയ്ക്ക് നിർത്താനാ പോലീസ് സ്റ്റേഷനിലും ഇതുപോലുള്ള സാറന്മാരുടെ മുറികളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും കാണാനല്ല. നിങ്ങളുടെ പരാക്രമങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാ. ചന്ദ്രബോസിനൊരു പത്തായ മുറി ഉണ്ടെന്നും അതിലുള്ള നിലവിളികൾ കേട്ടാലേ നിങ്ങൾക്ക് ആഹാരം കീഴ്പോട്ടിറങ്ങുന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവര് തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. മേഡം, ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണർ. എന്റെ അധികാര പരിധിയിൽ എന്ത് ചെയ്യണോ തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. അത് ചോദ്യം ചെയ്യാൻ എനിക്ക് സാധിക്കോ? എനിക്ക് സാധിക്കുമെന്നാ ചോദിച്ചത്.
കമ്മീഷണറാ. ശ്രീരഞ്ജിനി എന്ന് പറയും. അധികാര കസേരയിലിരുന്ന് കൊള്ളരുതായ്മ കാണിക്കാൻ ഒരു പോലീസുകാരനും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇനി കാണിച്ച ആ ലൈസൻസ് കട്ട് ചെയ്യാന്നുള്ള മഹത്തായ കർമ്മം മാത്രമേ ചെയ്യാനുള്ളൂ. അതെന്നെ കൊണ്ട് താൻ ചെയ്യിക്കരുത്. കൊണ്ടുവാടോ ഓമാരെ. ഇവരറിയോ? ACP ചന്ദ്രബോസിനോടാണ് ചോദിച്ചത് ഇവരറിയോന്ന്. അത് മേഡം, ഇവര് സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ അറിയുന്ന. ചന്ദ്രബോസിനെ മാത്രമല്ല, നിങ്ങളുടെ നീസ് സുസ്മിത ആളെയും അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ടാ തലവന്റെ റോള് കൂടി ചെയ്യുന്നു. പോലീസ് ഫോഴ്സിനെ വെല്ലുന്ന ഗുണ്ടാ ഫോഴ്സ്. കേസ് ഏതറ്റം വരെ പോകുന്നറിയോ? നിങ്ങൾ പറഞ്ഞിട്ടാണ് ലോറിയിൽ സ്പിരിറ്റ് വെച്ചതെന്ന് 2 അടി കിട്ടിയപ്പോഴേ ദേ യുവമാര് പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിനാ ചന്ദ്രബോസെ പോലീസ്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കൊടുക്കലല്ല. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പദവിക്ക് ഒരുപാട് മാന്യതയുണ്ട്. നിങ്ങളായിട്ടത് കളയരുത്. ഇനി സുസ്മിത, എത്രയും പെട്ടെന്ന്. നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അതിൽ തടസ്സം നിൽക്കുന്നവരെ അറുത്തു മാറ്റാനുള്ള അധികാരവും നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ ഈ നാട് നന്നാവൂ. എങ്ങനെ സത്യാമേ, കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? ഉവ്, ഞാൻ കരുതിയത് ചോറ് ബാക്കി വരുമെന്ന്. കഷ്ടിനി ഒരു 3-4 പേർക്കുള്ള ചോറേ ബാക്കിയുണ്ടാവും. മതി, തികഞ്ഞല്ലോ. ആള് നമ്മൾ പറഞ്ഞ കണക്കിനേക്കാളും കൂടുതൽ വന്നു. പക്ഷേ ഞങ്ങളത് കണക്കാക്കിയ കാര്യങ്ങൾ നീക്കിയത്. അത് എക്സ്പീരിയൻസ്. മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നവർക്ക് എന്നും വിജയമുണ്ടാവും.